ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു കേന്ദ്ര സർക്കാർ. ബില്ലിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. ബിൽ ജെപിസിക്ക് വിടാമെന്ന് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയെ അറിയിച്ചു. 29th Amendment Bill 2024 further to amend the Constitution of India, ये आइटम नंबर 18 में है और आइटम नंबर 19 में जैसे आपने कहा, Honorable Speaker Sir, with your permission, I wish to move for leave to introduce the Union Territories Laws Amendment Bill 2024, further to amend the Government of Union Territories Act 1963, the Government of National Capital Territory of Delhi Act 1991, and the Jammu and Kashmir Reorganization Act 2019. ये मैं आपकी अनुमति से വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ബിൽ സഭയിൽ എത്തിയപ്പോൾ ഏത് തരത്തിലായിരുന്നു വിവിധ കക്ഷികളുടെ പ്രതികരണം? പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ ബില്ലിനെ ചെറുക്കുന്ന സ്ഥിതി ഉണ്ടായോ ലോക്സഭയിൽ? പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ ബില്ലിനെ ചെറുത്തു. ബില്ല് അവതരണത്തെ തന്നെയാണ് പ്രതിപക്ഷം ചെറുത്തത്. ബില്ല് അവതരിപ്പിക്കരുത്, ബില്ല് അവതരിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണം, ഇത്തരമൊരു ബില്ല് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം, പ്രതിപക്ഷത്തിൻ്റെ വാദം. ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള NK പ്രേമേന്ദ്രനാണ് ബില്ല് അവതരണത്തിന് രംഗത്ത് വന്നത്. പിന്നെ കോൺഗ്രസിൽ നിന്ന് മനീഷ് തിവാരി, അതേപോലെ സമാജ്വാദി പാർട്ടി, അതുപോലെ തൃണമൂലിൽ നിന്ന് കല്യാൺ ബാനർജി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളൊക്കെ ബില്ലിൻ്റെ അവതരണത്തെ എതിർത്തു. എന്നാൽ സർക്കാർ ബില്ലും അവതരിപ്പിക്കുകയും അത് JPCക്ക് വിടാൻ തയ്യാറാണ് എന്ന ഒരു വാദം സഭയിലുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ബില്ലിൽ ചർച്ച നടക്കട്ടെ, അത് JPCക്ക് വിടാൻ തയ്യാറാണ്. ഇതനുസരിച്ച് ബില്ല് ഇപ്പോൾ JPCക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നിയമമന്ത്രി അർജുൻ റാം മെഘാവർ കൊടുത്തിരിക്കുന്നു, സഭയിലെ നിർദ്ദേശം വെച്ചിരിക്കുന്നു. ഇനി ഈ ബില്ല് JPCയിലേക്ക് പോകും. JPC എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി, പ്രതിപക്ഷത്തിനും അതേപോലെ ഭരണപക്ഷത്തിനും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് JPC. ഈ JPC വഖഫ് മാതിരി തന്നെ, വഖഫ് നേരത്തെ ഇതേപോലെ സമവായത്തിൽ ആവാത്തൊരു സാഹചര്യത്തിൽ വഖഫ് ബില്ലും JPCക്ക് വിട്ടിരുന്നു. അതേ രീതിയിൽ തന്നെ ഈ ബില്ലും JPCക്ക് വിട്ടിരിക്കുകയാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ചുള്ള NDAക്ക് സംബന്ധിച്ചുള്ള 3-2 ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലില്ല. അതുകൊണ്ട് ഒരു സമവായത്തിലൂടെ ബില്ല് നടത്തിയെടുക്കുക എന്നതാണ് BJPയുടെയും NDAയുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭയിൽ പ്രതിപക്ഷം ബില്ലിനെ അവതരണത്തെ എതിർക്കുന്ന അവസ്ഥയെത്തിയിട്ട് പോലും JPCക്ക് വിടാമെന്ന് അങ്ങോട്ട് അമിത്ഷാ പറയുന്നൊരവസ്ഥയുണ്ടായി. അമിത്ഷാ ചർച്ചയിൽ ഇടപെട്ടിട്ടാണ് അമിത്ഷാ പറഞ്ഞത് ഈ ബില്ല് JPCക്ക് വിടാം. അതനുസരിച്ച് നിയമമന്ത്രി അതനുസരിച്ചുള്ള നിർദ്ദേശം, ആ മൂവ്മെൻറ്റ് സ്പീക്കറെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. JPCക്ക് വിടാനുള്ള, JPCക്ക് വിടുന്നത് കാര്യം അതിൽ ഏതൊക്കെ അംഗങ്ങളാവണമെന്ന കാര്യം ഇനി സ്പീക്കർ ഓം ബിർള തീരുമാനിക്കും. ഏതായാലും പ്രതിപക്ഷം കടുത്ത എതിർപ്പ് തന്നെ ഈ ബില്ലിനെ അവതരണത്തെ എതിർത്തു എന്ന് വേണമെന്ന് പറയാൻ. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എന്നതുകൂടി പറയണം. നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ വിള്ളലുകളൊന്നും ഈ ബില്ലിനെ എതിർക്കുന്നതിൽ പുറത്തു കണ്ടില്ല എന്ന് പറയേണ്ടി വരും. ലക്ഷ്മി പത്മ. ശരത് ലാൽ, ഭരണഘടനാ വിരുദ്ധമാണ്, ഇന്ത്യയുടെ നാനാത്വത്തെ തകർക്കും തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ബില്ലിനെതിരെ പ്രതിപക്ഷത്തിന് ഉള്ളത്. അവർക്ക് അത് കൃത്യമായി ആ പ്രതിഷേധം സഭയിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞോ? ലക്ഷ്മി, സഭയിൽ വ്യക്തതയോടുകൂടി പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരം സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ കക്ഷികൾക്ക് നൽകി എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. കാരണം വഖഫ് ബില്ല് JPC വിട്ടപ്പോൾ ഇത്തരമൊരു ചർച്ച നടന്നില്ല. കേരളത്തിൽ നിന്നുള്ള ET മുഹമ്മദ് ബഷീർ അടക്കം ഈ ബില്ലിൻ്റെ അവതരണത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. NK പ്രേമേന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ, അതുപോലെ മനീഷ് തിവാരി, കോൺഗ്രസ് മനീഷ് തിവാരി വളരെ വ്യക്തതയോടുകൂടി എന്തുകൊണ്ട് കോൺഗ്രസ് ഈ ബില്ലിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞു വെച്ചു. മനീഷ് തിവാരിക്ക് മറുപടി ഒരു വേള അമിത്ഷാ തന്നെ നൽകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ സമാജ്വാദി പാർട്ടി എന്തുകൊണ്ട് മനീഷ് തിവാരിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തെ ഹനിക്കുന്നതാണ് എന്നാണ് സമാജ്വാദി പാർട്ടി ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് പറഞ്ഞത്. പിന്നെ DMK വളരെ ശക്തിയിൽ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. TR ബാലുവാണ് DMKക്ക് വേണ്ടി ബില്ലിനെ എതിർത്തത്. അതുപോലെ തന്നെ TMCക്ക് വേണ്ടി കല്യാൺ ബാനർജി ഈ ബില്ല് ഒരു ഗിമ്മിക്കാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഫണ്ട്, അതായത് തെരഞ്ഞെടുപ്പ് ചെലവ് കൂടുതലാണെങ്കിൽ കേന്ദ്ര
കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസിലൂടെ തെരഞ്ഞെടുപ്പ് ചെലവ് അമേരിക്ക മോഡലിൽ വഹിക്കണം എന്ന ബില്ല് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന മറുചോദ്യമാണ് കല്യാൺ ബാനർജി ഈ TMC നേതാവ് കല്യാൺ ബാനർജി സഭയിൽ പറഞ്ഞത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പ്രതിപക്ഷത്ത് തങ്ങളുടെ വ്യൂ പോയിന്റ്, ഈ ബില്ലിനെ കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാട്, തങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞു വെക്കാൻ കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഒരു വേള പറഞ്ഞത്, പ്രതിപക്ഷത്തിലെ എതിർക്കുന്നു എന്ന് ശരിയാണ്, പ്രതിപക്ഷത്തിൽ എന്തെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് പറയണം എന്നൊരു നിർദ്ദേശം അമിത്ഷാ മുന്നോട്ട് വെച്ചത്. ഇതേ തുടർന്നാണ് സഭയിൽ ബില്ല് അവതരിപ്പിക്കപ്പെടുകയും നിയമമന്ത്രി സഭയുടെ സ്വത്തായി ബില്ല് മൂവ് ചെയ്യുകയും ചെയ്ത ശേഷം ഇപ്പോൾ JPCക്ക് സംയുക്ത പാർലമെന്ററി പാർട്ടിക്ക് നൽകുന്ന കമ്മിറ്റിക്ക് നൽകുന്ന ഒരു കാര്യത്തിലേക്ക് ബില്ല് ഇപ്പോൾ പോയിരിക്കുന്നത്. ലക്ഷ്മി പത്മ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇനി JPCയിലേക്ക് പോവുകയാണ്. JPC ആയിരിക്കും ഇനി അത് പരിഗണിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.